ഹലോ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ്. സാമ്പാറിൻ്റെ റെസിപ്പി എന്ന് പറയുമ്പോൾ അതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. കുറച്ച് പേര് എൻ്റെ അടുത്ത് പാലക്കാട് സാമ്പാർ ഒന്ന് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാലക്കാട് സാമ്പാർ പറയുമ്പോൾ അത് വറുത്തരച്ച സാമ്പാറാണ്. പാലക്കാട് ഭാഗങ്ങളിലേക്കൊക്കെ കുറച്ചൊരു തമിഴ് കൾച്ചർ ഉള്ളതുകൊണ്ട് ജീരകം ചേർത്ത് സാമ്പാർ ഉണ്ടാക്കുന്നവരുണ്ട്. പക്ഷെ ഞങ്ങൾ ജീരകം ചേർക്കാതെയാണ് സാമ്പാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ജീരകം ചേർക്കാതെ വറുത്തരച്ച് ഒരു സാമ്പാറിൻ്റെ റെസിപ്പി നോക്കാം. പോവാം. സാമ്പാറുണ്ടാക്കാൻ ആദ്യം നമുക്ക് സാമ്പാറിൻ്റെ അരപ്പൊന്ന് റെഡിയാക്കാം. അതിന് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ഇഞ്ച് കനത്തിലുള്ള കായത്തിൻ്റെ കഷ്ണം എടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അരയ്ക്കാനുള്ളതാണ്. നന്നായിട്ട് മൂത്തിട്ടില്ലെങ്കിൽ അത് അരഞ്ഞ് കിട്ടില്ല. ഇനി അതേ എണ്ണയിലേക്ക് തന്നെ 1/4 ടീസ്പൂൺ ഉലുവ ഇട്ടിട്ട് അതും കൂടെ ഒന്ന് നന്നായിട്ട് മൂപ്പിക്കുക. ഉലുവ നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുക. ഉലുവ ഒന്ന് നന്നായിട്ട് ചുവന്ന് വരണം. ഉലുവ പൊട്ടി വരുന്ന സമയമാണ് അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. അപ്പോൾ 1 കപ്പ് തേങ്ങയും കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. വറുത്തെടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ തീയലിനോ ഒന്നും എടുക്കണ വറവിലേക്ക് വേണ്ട. അപ്പോൾ തേങ്ങ വറക്കണ കൂട്ടത്തിൽ ഒരു 2-3 ചെറിയ ഉള്ളിയും കൂടെ, ഒരുപാട് വലിയ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ 1 എടുത്താൽ മതി, ചെറുതാണെങ്കിൽ ഒരു 2-3 എടുക്കാം. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ, തേങ്ങയുടെ പച്ചമണമൊക്കെ പോയിട്ട് ഒന്ന് നന്നായിട്ട് മൂക്കണം. പക്ഷേ എണ്ണ തെളിഞ്ഞ് വരുന്ന പാകത്തിന് മൂപ്പിക്കരുത്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി. വേറെ നമ്മളതിലേക്ക് മുളകൊന്നും ചേർക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇപ്പം തന്നെ ചേർക്കുക. അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഞാനിവിടെ വറുത്ത മല്ലിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഇനി പച്ച മല്ലിപ്പൊടി ആണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ചധികം സമയം എടുത്തിട്ട് വറുത്തെടുക്കുക. ആ മല്ലിപ്പൊടിക്ക് നല്ലൊരു മൂത്ത മണം വരണം. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മൂപ്പിച്ച് കഴിഞ്ഞിട്ട് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് നൈസായിട്ട് അരച്ച് മാറ്റി വയ്ക്കാം. വറക്കുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വറുക്കാൻ ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ തേങ്ങയ്ക്ക് കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. പുറമേയൊക്കെ വേഗം കരിഞ്ഞും പോവും, ഉള്ള് മൂപ്പായിട്ടും ഉണ്ടാവില്ല. അപ്പോൾ നമുക്കൊരു വറുത്തരച്ച കറിയുടെ, ഇനി അത് സാമ്പാറെന്നല്ല എന്ത് കറിക്കാണെങ്കിലും വറുത്തരച്ച് ചെയ്യുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി അതേ ചീനച്ചട്ടിയിലേക്ക് തന്നെ ഒരു 10 വെണ്ടയ്ക്ക നീളത്തിലരിഞ്ഞതും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ 1/4 കപ്പ് തോരപ്പരിപ്പ് വേവിച്ചതിലേക്ക് 1 മീഡിയം സൈസ് തക്കാളി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഈ മൂപ്പിച്ചിട്ടുള്ള വെണ്ടയ്ക്ക ഇത്രയും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കുക. വെണ്ടയ്ക്കും തക്കാളിക്കും വലിയ വേവൊന്നുമില്ല. ഒന്ന് തിളച്ച് കഴിയുമ്പോൾ തന്നെ അത് വേവും. അത് വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് 1 അരിനെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി പിഴിഞ്ഞതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. പുളിക്കൊരു വേവുണ്ട്, അപ്പോൾ പുളിയൊന്ന് നന്നായിട്ട് തിളയ്ക്കണം. അതൊന്ന് തിളച്ച് വേവുമ്പോൾ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പും കൂടെ ചേർത്ത് ഒന്നും കൂടെ നന്നായിട്ട് നല്ലപോലെ തിളയ്ക്കണം. അത് കഴിയുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് അല്പം കടുകിട്ട് പൊട്ടിക്കുക, കറിവേപ്പിലയും ചേർക്കുക.